നിങ്ങൾക്ക് പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഫോളോ ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. 5 കാര്യങ്ങൾ ഉൾപ്പെടുത്തി പ്രഭാത പ്രാർത്ഥന നടത്തിക്കൂടെ നിങ്ങൾക്കും? അത് ഏത് സമയത്തും നടത്താം. ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ആദ്യം തന്നെ ദൈവത്തിന് നന്ദി പറയുക. ദൈവമേ, ഉറക്കം കഴിഞ്ഞങ്ങോട്ട് ഉണർന്നെഴുന്നേക്കാൻ പറ്റിയല്ലോ, ദൈവത്തിന് നന്ദി. അങ്ങനെ തുടങ്ങിയാൽ എന്തുമാത്രം കാര്യങ്ങളുണ്ട് നന്ദി പറയാൻ. ഇനി എന്തെങ്കിലും ഒരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, അത് രണ്ടാമത്തെ ഒരു കാര്യമായിട്ട് ചെയ്യാം. മൂന്നാമതൊരു കാര്യമായിട്ട് ചെയ്യാവുന്നതും, നമുക്ക് ചില നെഗറ്റിവിറ്റികൾ നമ്മുടെ കൂടെ ഉണ്ടാവും, ചില ചിന്തകൾ. ചിലപ്പോൾ അപ്പനോട് അമ്മയോടൊക്കെ മറുതലിച്ച് പറഞ്ഞതിൻ്റെ വിഷമം അവരുടെ മനസ്സുണ്ടാവും. അല്ലെങ്കിൽ നമുക്കുണ്ടായിട്ടുള്ള വിഷമങ്ങൾ, വിരോധം, വെറുപ്പ്, ഇങ്ങനെയുള്ള നെഗറ്റിവിറ്റി നമ്മുടെ കൂടെ ഉണ്ടാവും. ഇത് ഒരു ആന്തരിക സൗഖ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഈശോയെ, എൻ്റെ ഉള്ളിലുള്ള തിന്മയുടെ സ്വാധീനങ്ങൾ, ഞാൻ മൂലം മറ്റുള്ളവർക്കുണ്ടായ വിഷമങ്ങൾ, ഈശോയെ അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇതൊന്ന് പ്രാർത്ഥിക്കണം. മൂന്നാമത്തെ ഘട്ടം. നാലാമത്തേതും, നമ്മൾ അങ്ങനെ നെഗറ്റിവിറ്റിയൊക്കെ പോയി ദൈവത്തെ വിളിച്ചു വരുത്താൻ പറ്റുന്നൊരവസ്ഥയാകുമ്പോൾ പരിശുദ്ധാത്മാവേ വരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ വരണമേ. ഇനി 5ാമത്തെ ഒരു ഘട്ടം എത്തുമ്പോഴേക്കും, അത് 5 മിനിറ്റ് കൊണ്ട് ഇത് തീർക്കാവുന്നതാണ്. 5ാമത്തെ ഘട്ടത്തിൽ നമ്മൾ അന്നത്തെ ദിവസത്തിൻ്റെ അനുഗ്രഹം ചോദിക്കണം. ഞാനിന്ന് ജോലിക്ക് പോവുകയാണ് കർത്താവേ, ഞാനിന്ന് പഠിക്കാൻ പോവുകയാണ് കർത്താവേ, ഇന്ന് എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട് കർത്താവേ, ഇന്ന് ഞാൻ ഡോക്ടറെ കാണാൻ പോവുകയാണ് കർത്താവേ, എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൂടെ ഓരോ ദിവസം? അപ്പോൾ നമുക്കൊരു വ്യക്തിപരമായ പ്രാർത്ഥനയായി. യഥാർത്ഥത്തിൽ നമ്മളങ്ങനെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കണം.